ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പ്രസിഡന്റ് ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷങ്ങളിലാണ്. വീടുകളിൽ പുൽക്കൂടും നക്ഷത്രങ്ങളും അലങ്കാര വിളക്കും തെളിയിച്ച് നേരത്തെ തന്നെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റിരുന്നു. എറണാകുളത്തെ പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനകളാണ് നടന്നത്. കുർബാനയെ ചൊല്ലി ചില പള്ളികളിൽ നേരിയ സംഘർഷം ഉണ്ടായി. തലസ്ഥാനത്തെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പുലർച്ചെ ക്രിസ്മസ് കുർബാനയും നടന്നു. കൂടാതെ മനവ്യം വീതിയിൽ ഇന്നലെയും സംഘർഷമുണ്ടായി. പോലീസും യുവാക്കളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ക്രിസ്മസ് ആഘോഷത്തിലെത്തിയവരാണ് സംഘർഷമുണ്ടായത്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരിക്കു പറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് രേഷ്മയും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുമുണ്ട്. ശാലിനി, തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലാണ് ഇന്നലെ മാനവീയത്തിൽ വീണ്ടും സംഘർഷമുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ആഘോഷങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരാധനാലയങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഉമേഷ്, ആദ്യം തന്നെ ജനം ടി വി പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. തലസ്ഥാന ജില്ലയിൽ ഇന്നലെ രാത്രി ആയിരുന്നു ആഘോഷങ്ങളൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാതിരാ കുർബാനകളും ഒപ്പം തന്നെ പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ തന്നെ പുലർച്ചെയുള്ള ക്രിസ്മസ് പ്രാർത്ഥനകളും ഒക്കെ തന്നെ നടന്നു. തലസ്ഥാനത്തെ പ്രധാന പള്ളികളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് മലങ്കര പള്ളികളിലും ഒപ്പം തന്നെ ലത്തീൻ അതിരൂപതയുടെ കീഴിൽ വരുന്ന പള്ളികളിലും ഒക്കെ തന്നെ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് നടന്നത്. മറ്റ് പ്രാർത്ഥനകളൊക്കെ തന്നെ പുലർച്ചെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശ പരിസമാപ്തിയിൽ എത്തി എന്നുള്ളതാണ്. ഇന്ന് എല്ലാവരും വീടുകളിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്നേഹവിരുന്നൊക്കെ സംഘടിപ്പിച്ചും ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മധുരവുമായും കേക്കുമായും ഒക്കെ പോയുള്ള ഒരു ആഘോഷത്തിലേക്കാണ് ഈ പുലർച്ചെ കടന്നിട്ടുള്ളത്. പള്ളികളിലെ പ്രാർത്ഥനകളൊക്കെ തന്നെ പുലർച്ചെ തന്നെ അവസാനിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ക്ലീമീസ് കാതോലിക്ക ബാബയാണ്, മലങ്കര കത്തോലിക്ക ബാബ ക്ലീമീസ് കാതോലിക്ക ബാബയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ തന്നെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പള്ളികളിൽ ഇന്നലെ രാത്രി വൈകിയും നടന്നിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം പാളയം പള്ളിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ് ഔദ്യോഗികമായി തിരുപ്പിറവി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഉണ്ണിയേശുവിന്റെ പ്രതിരൂപം പുൽക്കൂടിൽ കൊണ്ടുവയ്ക്കുന്നതോടുകൂടിയാണ് അവരുടെ ചടങ്ങുകൾക്കും കുർബാനകൾക്കും തുടക്കമാകുന്നത്. അതിനുശേഷം പ്രത്യേക പ്രാർത്ഥനകൾ ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളും കുർബാനകളും ഒക്കെ തന്നെ പൂർത്തീകരിച്ച് വിശ്വാസികളൊക്കെ തന്നെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏറെ വൈകി 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ് തലസ്ഥാന ജില്ലയിലെ പള്ളികളിൽ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായത്. എന്തായാലും മറ്റ് ജില്ലകളെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സമാധാനപരമായുള്ളൊരു ക്രിസ്മസ് ആഘോഷമാണ്. ഇന്ന് അവധി ദിവസമാണ്. അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. പ്രത്യേകിച്ച് കൊറോണയൊക്കെ മാറി നിന്നൊരു വലിയ ആഘോഷവും ക്രിസ്മസും ഒക്കെയാണ്. എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. വീടുകളിൽ പ്രത്യേക യാത്രകൾ. ഇന്ന് BJP ഉൾപ്പെടെയുള്ളവരുടെ സ്നേഹയാത്ര തുടരുകയാണ്. ഇന്നലെയും ഒക്കെ തന്നെ BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് എത്തി ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു, മധുരം വിതരണം ചെയ്തു. വിവിധ പള്ളികളുടെ എവിടെയാണുള്ളത്? ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയോ? മധുരമൊക്കെ കിട്ടിയോ? കേക്കോ കിട്ടിയോ? സ്നേഹയാത്ര നിലവിൽ മധുരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് രാവിലത്തെ തിരക്കുകൾ, മാനവീയം വീതിയിലെ സംഘർഷം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരൊക്കെ അതിന്റെ ഒരു തിരക്കിലാണെങ്കിൽ